വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു നാട്ടുമാങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഈ മാങ്ങയുടെ സീസൺ ആകുമ്പോൾ ചെറിയ മാങ്ങ കിട്ടത്തില്ലേ, ആ മാങ്ങയാണിത്. അപ്പൊ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുന്ന. പിന്നെ നമുക്ക് 3 പച്ചമുളക് വേണേ. പിന്നെ നമുക്ക് ആവശ്യത്തിന് തേങ്ങയും ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു ചെറിയ അള്ളിയാണേ, അത് കാരണം ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അതായത് ഈ തേങ്ങയുടെ ഒരു നെകയ്ക്ക് മതി വെള്ളം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇത് നമുക്ക് അരച്ചെടുത്തോണ്ട് വരാം. നമ്മളിവിടെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ മാങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് മുഴുവനെ അങ്ങ് ഇട്ടാൽ മതി കേട്ടോ, മുറുക്കിയൊന്നും വേണ്ട. എന്നിട്ട് ഈ പച്ചമുളക് ഇതിലേക്ക് നമുക്ക് കീറിയിട്ട് കൊടുക്കുക. ഇതൊക്കെ പണ്ട് നമ്മുടെ അമ്മമാര് നമുക്ക് ഉണ്ടാക്കി തരുന്ന ടൈപ്പ് കറികളാണ്. ഇത് പഴയ കറികളാണ് ഇതൊക്കെ കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം, ഈ മാങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അത്രയും മതിയാവും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണിത്, അതും കൂടെ ചേർത്ത് ഇനി ഇതിലേക്ക് ഒരു സ്വല്പം ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ഇത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണേ. നമ്മളിവിടെ മാങ്ങ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. മാങ്ങ വെന്തോന്നറിയാനായിട്ട് അതായത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പൊ നമുക്കറിയാം ഇത് വെന്തെന്നെ. ഈ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ വേവിക്കാൻ വെച്ച സമയം ഉപ്പ് ചേർത്തില്ലായിരുന്നു കേട്ടോ. ഈ സമയത്ത് ചേർത്താലും കുഴപ്പമില്ല. അപ്പൊ മധുരം നമുക്ക് മാങ്ങയ്ക്ക് നന്നായിട്ടില്ല, നല്ല മധുരമുള്ള മാങ്ങ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഷുഗറോ അല്ലെങ്കിൽ ശർക്കരയോ എന്താണെങ്കിലും ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ചേർത്താൽ മതി, ഒരുപാട് വേണ്ട. ഉപ്പുമായി ഒരു സ്വല്പം ഷുഗർ. ഇപ്പൊ അത് ചേർക്കുന്ന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ചേർക്കുകയും വേണ്ട, കാരണം മാങ്ങയ്ക്ക് ആവശ്യത്തിന് മധുരം ഉണ്ട്. പിന്നെ നമ്മൾ അധികം വേറെ ചേർക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ഇത് തേങ്ങ അരച്ച് വെച്ചേക്കുന്നത് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾ പൊടി. തേങ്ങ അരച്ചത് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് വല്ലാതെ തിളക്കിയൊന്നും വേണ്ട കേട്ടോ. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചേക്കണം. ഇതിനകത്ത് ഞാൻ ഒരു സ്വല്പം മോരും കൂടെ ചേർക്കുന്നുണ്ട്. മോര് ചേർക്കാതെ നമുക്ക് ഈ മാങ്ങ ഇങ്ങനെ തന്നെ കറി വെച്ചെടുക്കാം. പക്ഷെ എനിക്കൊരു സ്വല്പം മോരൊഴിക്കുന്ന ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അതും കൂടെ ഒന്ന് ആഡ് ചെയ്യും ഇതിൻ്റെ കൂടെ. മിക്സിയുടെ ആ ജാറിലേക്ക് ഒരു സ്വല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതിങ്ങനെ എടുത്താൽ ആ അരപ്പ് മുഴുവൻ നമുക്ക് കിട്ടും. കുറച്ച് ഫ്ലെയിം കൂട്ടി കൊടുക്കാം കേട്ടോ. നമ്മൾ ചേർക്കുന്ന ടൈമിൽ നമ്മൾ ഒരു സ്വല്പം ഒന്ന് കുറച്ച് കൊടുത്തായിരുന്നു. ഇനി നമുക്ക് ഈ സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണേ. ഇനിയിപ്പോൾ നല്ലപോലെ ഇതൊന്ന് ചൂടായി വരണം. ഇളക്കണ്ട, ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയേ. നമ്മുടെ ഈ മാങ്ങാക്കറി ഇവിടെ നന്നായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ആവി വരുമ്പോൾ നമുക്കിത് അങ്ങ് മാറ്റിയേക്കാം. എന്നിട്ട് നമുക്ക് കടുക് വറുത്തിട്ടാൽ മതിയേ. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ കടുകും ഉലുവയും കൂടി ഇടണേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചെറിയ ഉള്ളി ഇട്ടിട്ട് 2 വറ്റൽമുളകും കൂടി ഇങ്ങനെ മുറിച്ച് അതിനകത്ത് ഇട്ടേക്കണേ. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഈ കടുക് പൊട്ടിച്ചത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ മതി. സ്വല്പം എടുത്ത് അതും കൂടെ അങ്ങ് ഒഴിച്ചേക്കുക. അപ്പൊ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാട്ടുമാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ പഴയ ടൈപ്പ് ഒരു കറിയാണ് കേട്ടോ. നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന കറിയാണ്. അപ്പൊ ഈ മാങ്ങയുടെ ഒരു സീസണിലൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റോടെ ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.